നിങ്ങളുടെ ശ്വാസം ഉപയോഗിച്ച് ഏതൊരാഗ്രഹവും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെങ്ങനെ എന്നായിരിക്കും അല്ലേ നിങ്ങളുടെ ഉത്തരം? യോഗ ശാസ്ത്രപ്രകാരം പ്രാണനെ അല്ലെങ്കിൽ ശ്വാസത്തെ പ്രാണൻ എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും പ്രാണ ഊർജ്ജത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ പ്രാണ ഊർജ്ജം കൂടുന്ന ഏതൊരു വ്യക്തിയാണോ, അതായത് ഏതൊരു വ്യക്തിയിലാണോ പ്രാണൻ്റെ ഊർജ്ജമുള്ളത്, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അഥവാ പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന, അതായത് നമ്മൾ ഇൻഹെയിലും എക്സെയിലും ചെയ്യുന്ന ശ്വാസം വഴി പ്രാണ ഊർജ്ജത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ശ്വാസഗതി എങ്ങനെയാണ്? വളരെയധികം ഷോർട്ടായിട്ടുള്ള ശ്വാസമാണ്. നമുക്കിതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘമായി ശ്വസിക്കാൻ സാധിക്കുന്നത് അത് ആമയാണ്. ആമക്കാണ് ലോകത്തെ ഏറ്റവും ആയുസ് കൂടിയ ജീവി എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഒരു മിനിറ്റിൽ എത്ര നിശ്വാസമാണോ വിടുന്നത്, അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തെ അല്ലെങ്കിൽ എത്ര കാലം ജീവിക്കും എന്നുള്ള കാര്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അഥവാ സ്വന്തം കാലചക്രത്തെ വരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മരണത്തെ അകറ്റി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനെ പല രീതിയിലും പുരാണങ്ങളിലെല്ലാം തന്നെ കഥകൾ കേട്ടിട്ടുണ്ടാവും. ഇന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ശ്വാസം ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണല്ലോ. ഇനി നമ്മൾ യോഗാശാസ്ത്രത്തിൻ്റെ മറ്റൊരു കാര്യം എടുക്കാം. യോഗാശാസ്ത്രത്തിൽ ഇട പിംഗള നാഡികളുണ്ട്. ഇട എന്ന് പറയുന്നത് ലെഫ്റ്റും ഇങ്ങനെ പിംഗള എന്ന് പറയുന്നത് റൈറ്റുമാണ്. അതായത് നിങ്ങൾക്കിതിനെ സിമ്പിൾ കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ സിമ്പിൾ എന്താണ്, ഒരു 2 പാമ്പുകൾ ഈ ഇഴ പിഴിഞ്ഞിട്ട്, അതായത് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട പിംഗള നാഡികളെ അതൊരു സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ നടുവിലെ ഒരു റോഡാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്നത്. ഏത് വ്യക്തിയുടെ ഇടയും പിംഗളയുമാണോ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്, അവർക്ക് എപ്പോഴും കുണ്ടലിനി എനർജിയെ അവേക്കൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇതിനെങ്ങനെ നിയന്ത്രിക്കാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇട എന്ന് പറയുന്നത് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതായത് ഇട എന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഇനി വലതാണ് പിംഗള എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സണ്ണാണ്, അഥവാ സൂര്യൻ എന്ന് പറയും. ഇടത് മനസ്സിനാൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് നമ്മൾ ഇടത് നാസം കൊണ്ട് അല്ലെങ്കിൽ ഇടത് നോസിൽ കൊണ്ട് ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാകുന്നതാണ്. നിങ്ങൾക്ക് ഊർജ്ജക്കുറവ്, ഉന്മേഷക്കുറവ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പിംഗള ഭാഗം, അതായത് വലത് നോസിൽ കൊണ്ട് അല്ലെങ്കിൽ മൂക്കുകൊണ്ട് ശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ സൂര്യൻ്റെ ഊർജ്ജമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനർജൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ, അതായത് പ്രാണായാമത്തിൽ അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ മാനിഫെസ്റ്റേഷനെ നിങ്ങളെ സഹായിക്കുന്ന വളരെ പവർഫുള്ളായ കാര്യം. ഇനി അനുലോമ വിലോമ പ്രാണായാമം യോഗാശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. കാരണം ഇടാ പിംഗള നാഡികളെ ഏതൊരു വ്യക്തിയോടെ ബാലൻസ് ചെയ്യുന്നത് അവർ പ്രപഞ്ചവുമായി ലയിക്കും എന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം എടുക്കാം. ഈ രീതിയിലാണ് നിങ്ങൾ വിരൽ വെക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇടതിലൂടെ, നിങ്ങളുടെ ഇടനാടിയിലൂടെ എടുത്തിട്ട് ശ്വാസം എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പിംഗള നാഡി വഴി വിടുക. അതേപോലെ തന്നെ പിംഗള വഴി, അതായത് റൈറ്റ് നോസിൽ വഴി ശ്വാസം എടുക്കുക, ലെഫ്റ്റ് നോസിൽ വഴി വിടുക, ഹോൾഡ് ചെയ്യുക, എന്നിട്ട് വിടുക. ഈ രീതി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഇട പിംഗള നാഡി, അതായത് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും വരെ അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ പഠനത്തിൽ, ജോലിയിലെല്ലാം തന്നെ നിങ്ങളെ ഒരു മെമ്മറി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഈ അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയുന്നത്. ഞാനിവിടെ നമ്മളെ വീഡിയോസ് എല്ലാം തന്നെ കാണുന്ന മനസ്സിലാവും. വെറുതെ ചുമ്മാ പറയുന്നതല്ല, മറിച്ച് പ്രാക്ടിക്കൽ സൈഡാണ് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയുടെ ലൈഫിലെല്ലാം തന്നെ മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു അറിവ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.